ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രിയമുള്ളവരെ, ഇന്നത്തെ പത്രങ്ങൾ നോക്കിയപ്പോൾ, അതായത് കുവൈറ്റിലെ അറബ് പത്രങ്ങളൊക്കെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് കുവൈറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ 4 മന്ത്രിമാരെ ആഡ് ചെയ്യുകയും 5 മന്ത്രിമാർക്ക് സ്ഥാനചലനം ഉണ്ടാവുകയും അവരുടെ വകുപ്പ് മാറുകയൊക്കെ ചെയ്ത വിഷയങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിയമവിരുദ്ധമായിട്ട്, അതായത് ലംഘനങ്ങൾ നടത്തുന്ന 4650ഓളം ആൾക്കാരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവിടെ കുവൈറ്റിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരമാണ്. അപ്പോൾ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട്, കാരണം ഈ കഴിഞ്ഞ ഔട്ട് പാസ് കഴിഞ്ഞതിന് ശേഷം അവർ വളരെ സജീവമായിട്ട് ഇവിടെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പല മേഖലകളിലും ക്യാമ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സൗഹൃദങ്ങളോട് പറയാനുള്ളത്, വെളിയിലിറങ്ങുമ്പോൾ കൃത്യമായ രേഖകൾ കയ്യിൽ വെക്കുക. അതോടൊപ്പം തന്നെ ജോലി ചെയ്യുമ്പോൾ സ്പോൺസറുടെ കൂടെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കയ്യിൽ ലൈസൻസ് ഉണ്ടോ എന്ന് ആദ്യമേ തന്നെ വാഹനങ്ങളിൽ കയറുമ്പോൾ തന്നെ ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ ജസ്റ്റ് മൊബൈൽ ആപ്പെങ്കിലും കയ്യിൽ ചാർജോടുകൂടി മൊബൈൽ ചാർജിന് വെച്ചിട്ട് ചാർജുള്ള മൊബൈലെങ്കിലും കയ്യിൽ കരുതുക. കാരണം തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസത്തിന് മൊബൈൽ ആപ്പ് വഴി കുവൈറ്റ് ID കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. കാരണം ഈ 4650 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയൊന്നുമല്ല. കുറഞ്ഞ ദിനങ്ങൾ കൊണ്ട് 4650 പേര് ഡിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും പേരുടെ പ്രതീക്ഷ, അത്രയും കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ അത് അനുസരിക്കാൻ ശ്രമിക്കുക. ലീഗലല്ലാത്തവർ ലീഗലാകാൻ വേണ്ടി ശ്രമിക്കുക. ഇൻസ്പെക്ഷൻ നടക്കുന്ന ചില ടൈമുകളുണ്ട്, പീക്ക് ടൈമുകൾ. ആ ടൈമുകളിൽ രേഖകളൊന്നും ഇല്ലാതെ വെളിയിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.